സോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണേ ഒരു മാസ്ക് വ്ളോഗിങ് ആയൊക്കെയാണ്. തബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് നമുക്ക് പിക്സൽ ലാബും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കണം. ഇതിൽ ടെക്സ്റ്റ് കൊടുക്കണം. ഞാൻ അതിൽ കൊടുക്കണേ പറഞ്ഞാൽ ടോം വൈറ്റി എന്നാണ്. ഓക്കെ, ഇനി ഒരു ഫോണ്ട് കാര്യങ്ങൾ കൊടുക്കണം. ഞാൻ അതിൽ കൊടുക്കണേ പറഞ്ഞാൽ മെഗാഡത്ത് പറഞ്ഞ ഫോണിന് കലക്കാണ്. ഓക്കെ, ഞാൻ സൈസ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കുറച്ച് വലുതാക്കുക. ഓക്കെ, ഇനി സ്ട്രോക്ക് കൊടുക്കണം. സ്ട്രോക്ക് ബ്ലാക്ക് സെലക്ട് ആക്കുക. ഞാൻ അവിടെ 30 കൊടുക്കണേ, 30. ഓക്കെ, ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാം. ഇതിൻ്റെ റിലേറ്റീവ് പൊസിഷൻ ഒന്ന് സെൻറ്ററാക്കി കൊടുക്കുക. ഓക്കെ, ഇതൊന്ന് ലോക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഷേപ്സ് എടുക്കണം. ഷേപ്സ് എടുക്കണേ പറഞ്ഞാൽ നമുക്ക് ഈ എഡിച്ചൊക്കെ ക്ലിയർ ചെയ്യാനാണ്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഐഡിക്ക് അനുസരിച്ച് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് ലെയറിലടി നെയിമിൻ്റെ അടിക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാണ്ട് കളർ നമുക്ക് ബ്ലാക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, കുറച്ചും കൂടി അടിക്കായ കൊള്ളാമെന്ന് തോന്നി. കുറച്ചുകൂടി അടിക്കാക്കി കൊടുക്കുക. ഓക്കെ, ഇതൊന്ന് മെർജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഒന്നും കൂടി ഷേപ്സ് എടുക്കുക. അതിൽ ട്രയാങ്കിൾ എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് സൈഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചെറുതാക്കാം. ഇതൊക്കെ നിങ്ങളെ ഐഡിയൊക്കെ ചെയ്യാം. ലെയറിൽ അടിയിലേക്ക് ഇടുക. ഇത് ബ്ലാക്ക് കളറാക്കി കൊടുക്കണം. ഓക്കെ, ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതേപോലെ ഇത് കോപ്പി ചെയ്താണ്ട് എല്ലാ സൈഡിലും ചെയ്ത് കൊടുക്കുക. ചെയ്യാം. ഇത് ലെയറിൽ അടിയിക്കാക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഇതേപോലെ എല്ലാ സൈഡും റെഡിയാക്കുക. അപ്പോൾ ഓക്കെ, ഇനി ഇത് നമുക്ക് എല്ലാം കൂടി മെർജ് ചെയ്യാം. മെർജ് എടുക്കുക, എല്ലാം മെർജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഒന്നുകൂടി ടെക്സ്റ്റ് എടുക്കുക. ഓക്കെ, ഇതിൽ നമ്മൾ നെയിമിനെ എഴുതുക, ടോം വൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ എടുത്ത ഫോണ്ടിന് ഇട്ടെടുക്കാം. ഓക്കെ, ഇവരുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കണം. ഗ്രേഡിയൻ്റാണ് ഇടേണ്ടത്. ഗ്രേഡിയൻ്റ് ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചൊന്നുമില്ല. തൽക്കാലത്തിൽ നമുക്ക് വൈറ്റ് തന്നെ ആക്കി കൊടുക്കാം. ഇത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കറക്റ്റ് അതിൻ്റെ മുകളിൽ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, കുറച്ചൊരു സൈസ് വലുതാക്കാം. ഓക്കെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി. ഓക്കെ, കുറച്ചുകൂടി സൈസ് റെഡിയാക്കണം. ഇത് ഇൻവിസിബിൾ ആക്കാം. കഴിഞ്ഞ് നമുക്ക് ഷീൽഡ് ഇമ്പോർട്ട് ആക്കണം. ഷീൽഡ് എടുക്കണം. ഓക്കെ, ഇനി ഇത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത്
റിലേറ്റീവ് പൊസിഷൻ കൊടുക്കാം. സെൻറ്റർ റെഡിയാക്കാം. ഇനി നമുക്ക് മാസ്കോട്ട് എടുക്കണം. ഓക്കെ, കുറച്ച് ക്രോപ്പ് ചെയ്യാം. ഇത് ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ച മാസ്കോട്ടാണ്. കറക്റ്റ് ലെവൽ ചെയ്ത് നിങ്ങളെ ഇടയ്ക്കനുസരിച്ച് ചെയ്യാം. കുറച്ചുകൂടി ലെവലാക്കാം. റിലേറ്റീവ് പൊസിഷൻ കൊടുത്തിട്ട് കറക്റ്റ് ആവില്ല. അഡ്ജസ്റ്റ്മെൻറ്റിൽ റെഡിയാക്കാം. കറക്റ്റ് ചെയ്ത് ഇത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, റിലേറ്റീവ് പൊസിഷൻ കൊടുത്തിട്ട് റെഡി ആവില്ല. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ കറക്റ്റ് ചെയ്യാണ്. റിലേറ്റീവ് പൊസിഷൻ റെഡി ആവില്ല. ഇതിൽ പൊസിഷൻ റെഡിയാക്കാം. ഇത് ലോക്ക് ചെയ്ത് വെക്കാം. ഇനി ഷീൽഡിൻ്റെ കളർ മാറ്റണം. ഇതിൽ ഗോൾഡ് ടൈപ്പ്, ഓറഞ്ച് ആ ടൈപ്പ് കൊടുത്ത് ഞാനത് ലോക്ക് ചെയ്ത് വെക്കുക. നമുക്കിത് രണ്ടോ ഇൻവിസിബിൾ ആക്കാം. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ടെക്സ്റ്റ് എടുക്കുക. ഓക്കെ, ഇനി ഇതിന് ഗ്രേഡിയൻ്റ് കൊടുക്കണം. ഗ്രേഡിയൻ്റ് അതിന് കൊടുക്കുന്ന ഗ്രേഡിയൻ്റ് പറഞ്ഞാൽ ഓറഞ്ചാണ്. ഓക്കെ, ഇതങ്ങോട്ട് കൊണ്ട് മാറ്റി കൊടുക്കാൻ കഴിയും. ഇത് മൂന്നാമത്തെ എടുക്കാം. ഓക്കെ, ഓക്കെ, ഇത് ഓറഞ്ചാക്കുക. ഓക്കെ, ഇനി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഫസ്റ്റത്തെ ടീയും ലാസ്റ്റത്തെ വൈയും വരുന്ന ടൈപ്പിൽ ചെയ്യാം. സോറി, വയ്യല്ല ടീ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇത് കറക്റ്റ് ഇതിൻ്റെ ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ തന്നെ വെക്കാം. ഓക്കെ, ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. സോറി, അതിൻ്റെ ഇടയ്ക്ക് വെച്ചിൻ്റെ കൈയിട്ട് ചെറുതായി പോയി. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് മെർജ് ചെയ്യാം. ഓക്കെ, നേരത്തെ നമ്മൾ ഇൻവിസിബിൾ ആക്കിയ ലോഗോ വിസിബിൾ ആക്കുക. ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. റിലേറ്റീവ് പൊസിഷൻ എടുത്തിട്ട് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. സൈസ് കൂട്ടുക, ലെവലാക്കാം. സൈസൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാം. ഓക്കെ, റിലേറ്റീവ് പൊസിഷൻ റെഡിയാക്കുക, സെൻറ്ററിലേക്ക് ആക്കുക. ഓക്കെ, ഇതെല്ലാം കൂടി മെർജ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ കോപ്പി എടുക്കണം. ഓക്കെ, ഇത് കോപ്പി ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആക്കി കൊടുക്കുക. ആദ്യം നമുക്കിത് റിലേറ്റീവ് പൊസിഷൻ കറക്റ്റ് ആക്കി കൊടുക്കാം. ഒപ്പാസിറ്റി കുറയ്ക്കാം. നമുക്ക് ഇതവണ
ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് റിലേറ്റീവ് പുഷ് എടുക്കുക, സെൻറ്ററാക്കുക. ഓക്കെ, ഇത് രണ്ട് ലോക്ക് ചെയ്തെടുക്കുക. ഇനി ഷേപ്പ് എടുക്കുക, ഇത് ഫുള്ള് കവർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഗ്രേഡിയൻറ്റ് കൊടുക്കണം. ഇനി കളേഴ്സിൽ ഗ്രേഡിയൻറ്റ്. ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി എടുക്കണേ ഓറഞ്ചാണ്. ഓക്കെ, ഇത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യാം. ഓക്കെ, ബ്ലാക്ക് ആക്കി കൊടുക്കുക. ചെയ്യേണ്ടി പറഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും കോർണറിൽ നിന്ന് ഇങ്ങനെ വരുന്ന രീതിയിലാണ് ചെയ്യേണ്ടി. ഇതിൻ്റെ കോർണർ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഇതൊന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. രണ്ട് കോർണറും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കുക. ഓക്കെ, ഇതിന് ലോക്കാക്കുക. ഇത് നമുക്ക് പാർട്ടിക്കിൾസ് ആഡ് ആക്കണം. ഓക്കെ, നമുക്കിത് സ്ക്രീൻ ഫുള്ള് ഇതാക്കാം, കൊടുക്കാം. ഓക്കെ, സെറ്റ്. ഇനി ഇതിൻ്റെ താഴോട്ടിടുക, ലോഗോൻ്റെ ഏറ്റവും താഴോട്ടിടുക. നമുക്ക് കളർ കൊടുക്കണം. കളറിൽ ഞാൻ ഗ്രേഡിയൻ്റാണ് കൊടുക്കണത്. ഇതിൽ ഓക്കെ, നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. സാച്ചുറേഷൻ ഒരു 8 കൊടുക്കാം. ഓക്കെ, കോൺട്രാസ്റ്റ് ഒരു 10. ഓക്കെ, ഈ ഷാഡോ കൊടുക്കണം. ഷാഡോ ഇതിനനുസരിച്ചല്ലേ കൊടുക്കുക. അതിൽ എല്ലാം കൊടുത്ത് റേഡിയസ് ഫുള്ളാക്കിയാണ്ട്. ഓക്കെ, ബാക്കിൽ കുറച്ചുകൂടി കുറഞ്ഞ കൊള്ളാൻ തോന്നി. കുറച്ച് നമുക്ക് ഇത് എക്സ്പോർട്ടാക്കാം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് മാറ്റി അൾട്രാക്ക് ഇടുക, അങ്ങോട്ട് എക്സ്പോർട്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി വരുന്നത്. ബൈ.